ഞാനിന്ന് എത്തിയിരിക്കുന്നത് ഗവൺമെന്റ് LP സ്കൂൾ അഥവാ തപ്പാൽ സ്കൂളിലാണ്. ഇവിടുത്തെ പാചക തൊഴിലാളി ജാനകി എന്ന സ്ത്രീയെ പരിചയപ്പെടാനാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ജാനകിയച്ചിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വന്തമായി വരികൾ എഴുതി ഈണം പകർന്ന് പാടുന്നു എന്നതാണ് ജാനകിയച്ചിയുടെ പ്രത്യേകത. ജാനകിയച്ചിയെ പരിചയപ്പെടാം. നിത്യജീവിതത്തിൽ ചുറ്റും കാണുന്ന കാഴ്ചകളെ കവിതകളാക്കി മാറ്റുകയാണ് പയ്യന്നൂർ തെക്കേ ബസാർ സ്വദേശിനിയായ ജാനകി. നീലാംബരധര മുകിൽ വന്ന പീതാംബരധര മണിവർണ്ണ നീലാംബരധര മുകിൽ വന്ന പീതാംബരധര മണിവർണ്ണ കണ്ണനമുണ്ണി കണ്ണിലുണ്ണി എന്നോ മലോമന പൊന്നുണ്ണി. SSLC വരെയാണ് ഔപചാരിക വിദ്യാഭ്യാസമെങ്കിലും കുട്ടികൾക്കായി ലളിതവും ഹൃദ്യവുമായ കവിതകൾ രചിക്കുന്നതിലാണ് അവരുടെ ശ്രദ്ധ. പൂമ്പാറ്റ, പൂവ്, കിളികൾ, മഴ, പ്രകൃതി തുടങ്ങിയ കുട്ടികൾക്ക് പരിചിതമായ വിഷയങ്ങളാണ് അവരുടെ കവിതകളിലെ പ്രധാന പ്രമേയങ്ങൾ. പെട്ടെന്നൂണു കഴിച്ചെന്നാൽ മണ്ണിൽ കിടന്നു കളിച്ചിടാം, വിണ്ണിൽ താരകം നോക്കിയിരിക്കാം, അമ്പിളി മാമനെ കാട്ടിത്തരാം. കുട്ടിക്കവിതകൾക്ക് പുറമെ ഭജനകളും രചിക്കുന്ന ജാനകി സ്വന്തം രചനകൾക്ക് ഈണം പകർന്ന് പാടുകയും ചെയ്യുന്നു. ഭക്തിയും പ്രകൃതി സ്നേഹവും ജീവിതാനുഭവങ്ങളും അവരുടെ രചനകളിൽ നിറഞ്ഞു നിൽക്കുന്നു. അതെ, ഒരു പാട്ട് എഴുതുമ്പോൾ ഞാൻ അതിൻ്റെ ട്യൂണും കൂടി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ വരി നീട്ടിയിട്ട് കൊടുക്കും. അന്നേരം ലേശം എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഞാനങ്ങനെ താളം പിടിച്ചിട്ട് നോക്കിയിട്ട് തിരുത്തുവാക്കുകയും ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്നു. ആദ്യം ഞാൻ കണ്ണനാമുണ്ണി കണ്ണിലുണ്ണി എന്ന് പറഞ്ഞു, അതിൽ കുറച്ചും കൂടി അത് നീട്ടി വരുമ്പോഴേക്ക് അതിലേക്ക് ലേശം കൂടി അത് കൂട്ടിയിട്ട് അങ്ങോട്ട് നീട്ടി കൊടുക്കും. അതിനനുസരിച്ചിട്ട് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തി അധ്യാപികയായും പ്രവർത്തിച്ച അവർ ഒരു വക്കീലിന്റെ സ്റ്റെനോഗ്രാഫറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നീട് തുന്നൽ അധ്യാപികയായും പ്രവർത്തിച്ചു. നിലവിൽ ഗവൺമെന്റ് GLP സ്കൂളിൽ പാചക ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സഹോദരിയെ സഹായിക്കാനാണ് ജാനകി സ്കൂളിലെത്തുന്നത്. ജോലി തിരക്കുകൾക്കിടയിലും എഴുത്തും സംഗീതവും തുടരുന്ന അവർ താൻ രചിക്കുന്ന കവിതകൾ കൂടുതൽ മികവുറ്റതാക്കാൻ സ്കൂളിലെ അധ്യാപകരുടെ നിർദ്ദേശങ്ങളും പിന്തുണയും സ്വീകരിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്താറുണ്ട്. കഴിഞ്ഞ കൊല്ലം മുതലാണ് തന്നെ കാണിച്ചു തുടങ്ങിയത്. അപ്പോൾ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ പേന എടുത്തുകൊണ്ട് അവർ അത് എഴുതി വെക്കും. എഴുതി വെച്ചത് നമ്മളിവിടെ അധ്യാപകരെ ആരെയും കാണിച്ച ശേഷം അതിൻ്റെ തെറ്റുകൾ അക്ഷരത്തെറ്റെല്ലാം തിരുത്താനെല്ലാം ആവശ്യപ്പെടാറുണ്ട്. അതിനുശേഷം അവർ ഈണത്തിൽ പാടി നമ്മളെ കളിപ്പിക്കുകയും ചെയ്യാറുണ്ട്. കുട്ടികളുടെ മനസ്സിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുന്ന ലളിതമായ ഭാഷയും ചുറ്റുപാടുകളിലെ സാധാരണ കാഴ്ചകളെ കവിതകളാക്കുന്ന കഴിവുമാണ് ജാനകിയുടെ രചനകളുടെ പ്രത്യേകത. ഭജനകളിലൂടെയും കുട്ടിക്കവിതകളിലൂടെയും സ്വന്തം സൃഷ്ടിലോകം പടുത്തുയർത്തുന്ന ജാനകി കലയും സാഹിത്യവും പ്രായത്തിന്റെയോ വിദ്യാഭ്യാസത്തിന്റെയോ അതിരുകൾ അറിയില്ലെന്ന് തെളിയിക്കുകയാണ്. നിരവധി കുട്ടികളെ അന്നമൂട്ടുമ്പോഴും തന്റെ കഴിവും ഒപ്പം കൊണ്ടുപോവുകയാണ് ജാനകിയേച്ചി. എന്തായാലും ഈ കലാകാരിക്ക് ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറാമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.